ഇത് നമ്മുടെ ഹാർമണിയുടെ ഒരു ഹോം ടൂർ ആണ്. ഒരു 2 വർഷം മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ 2 വർഷം കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു വലിയൊരു ഫ്രിഡ്ജ്, ഒരേപോലത്തെ പാത്രങ്ങളും ഒരേപോലത്തെ ഗ്ലാസ്സുകളും ഒക്കെ വെച്ച് നിങ്ങൾ നോക്കിയാൽ മതി. 10-18 വർഷം എൻ്റെ പഴയ ഫ്രിഡ്ജ് ഞാൻ ഉന്തിത്തള്ളി കൊണ്ടുപോകുന്നത്. എനിക്ക് മേടിക്കുമ്പോൾ നല്ലത് എൻ്റെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു സാധനം വേണമെന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാ സാധനങ്ങളും സീസൺ അനുസരിച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് വെക്കുന്ന ആളാണ്. ചക്കയാണ്, മാങ്ങയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾ ആണെങ്കിലും അതിന് എനിക്ക് വലിയ ഫ്രിഡ്ജ് വേണം എന്നുള്ള എപ്പോഴുള്ള ആഗ്രഹമാണ്. അതിന് പാകത്തിനുള്ളൊരു സാധനമാണ് ഞാൻ മേടിച്ചത്. നമ്മുടെ ഹാർമണിയിൽ തുണി അലക്കണത് ഞാനാണ്. വാഷിംഗ് മെഷീനിൽ തുണി അലക്കുന്നത്, എല്ലാവരുടെയും തുണി അലക്കുന്നത് ഞാനാണ്. വിരിച്ചു കൊണ്ടിടുന്നത്, തിരിച്ചു കൊണ്ടുവന്ന് മടക്കി വെക്കുന്നതും ഒക്കെ നമ്മുടെ ഗീതേച്ചിയാണ്. അയൺ ചെയ്യുന്നത് സുനിയേട്ടനാണ്. അപ്പൊ ഈ തുണി അലക്കുന്നത് ഞാനായതുകൊണ്ട് ഞാൻ എല്ലാ ചണ്ടിവട്ടാരം കൊണ്ട് ഇടും. മനസ്സിലായോ? കർട്ടൻ ഇടും, നമ്മുടെ ഡ്രസ്സ് ഇടും, നമ്മുടെ ടേബിൾ മാറ്റിൽ എല്ലാം ഇടും. അങ്ങനെയാണ് ഇതിന് മുമ്പിലുള്ള സാധനം എന്ത് ചെയ്തു, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിരുന്നു. അത് കേടായിപ്പോയി. ഒരു രക്ഷയില്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇത് മേടിച്ചത്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്നു 13,000 രൂപയ്ക്ക് എന്തോ ആണ് അന്ന് കിട്ടിയിരുന്നത്. BPLന്റെ ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് ഓൺലൈനിൽ നിന്ന് എന്തോ ലാഭത്തിന് കിട്ടിയതാണ്. അത് 5-6 വർഷം പോയി. അതിനുശേഷം ഇപ്പോഴേ IFPD ആണ് മേടിച്ചിട്ടുള്ളത്. 30,000 രൂപയിൽ കൂടുതലായി. എന്നാലും ഇത് ഭയങ്കര വർത്താണ് എനിക്ക്. ഒരു 5-6 വർഷമായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് സോളാർ പാനൽ വെക്കുക എന്നുള്ളത്. 10 kVയുടെ വെച്ചിട്ടുണ്ട്. 15 kV വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. പിന്നെ സോളാർ വെക്കുമ്പോൾ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ഉള്ളതും 100% സേഫ് ആയിട്ടുള്ളതും 100% നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളതും ഇനി 1% പോലും പറ്റിക്കപ്പെടാൻ ചാൻസ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരു സിസ്റ്റം വെക്കണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇനി കേരളത്തിൽ ഞാൻ കോൺടാക്ട് ചെയ്യാത്ത കമ്പനികളില്ല എന്ന് പറയാം. എല്ലാവരെയും അന്വേഷിച്ചു, എല്ലാവരുടെയും കൊട്ടേഷൻ നോക്കി, വെച്ചെടുത്ത് പോയി നോക്കി. അപ്പോൾ ഏറ്റവും അവസാനം തിരിഞ്ഞെത്തിയത് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നമ്മളുടെ ഫാമിലി സുഹൃത്തായ ജിജോ KC സിസ്റ്റം. ആള് തൃശ്ശൂർ നടത്തുകയാണ്. 10-25 വർഷമായിട്ട് ആള് ഉണ്ട്. മെയിനായിട്ട് ക്യാമറ സെയിൽസ് ആൻഡ് സർവീസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, സോളാർ സിസ്റ്റം 10-15 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറ സെക്യൂരിറ്റി സിസ്റ്റം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്താണ് കേട്ടോ, നമ്മുടെ ഫാമിലി സുഹൃത്താണ്. അപ്പൊ ഇവരോട് ഓരോ കമ്പനിയിൽ ഞാൻ പോകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജിജോന് കൊടുക്കും. എന്നിട്ട് അതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും. അതെല്ലാം ജിജോ നല്ല അടിപൊളിയായിട്ട് വെട്ടി നിരത്തി എനിക്ക് തന്നു. അവസാനം ജിജോ തന്നെയാണ് എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ സാധാരണക്കാർക്ക് സോളാർ വെക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാൻ ചാൻസ് ഉള്ള 4 പ്രധാനമായിട്ടുള്ള ഏരിയയിലാണ്. ഒന്ന്, പാനല്, സോളാർ പാനലിൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. 2, അതിന്റെ ഇൻവെർട്ടർ. 3, ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഫ്രെയിംസ്. അത് വലിയൊരു എക്സ്പെൻസ് വരുന്നതാണ്. 4, നമ്മുടെ ലൈറ്റ്നിങ് പ്രൊട്ടക്ടർ ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ്. സോളാറിന്റെ പാനലിന്റെ കാര്യത്തിൽ നോർമലി നമുക്ക് പറ്റിക്കപ്പെടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണല്ലോ മെയിൻ കോസ്റ്റ്. ഈ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സാവാത്ത പാനലുകൾ കിട്ടും. അത് പകുതി വിലയ്ക്ക് അവർക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കും. നമ്മൾ ഒരിക്കലും ഇത് അറിയാൻ പോകുന്നില്ല. ഒന്നാമത് കേരളത്തിൽ മൊത്തം അത്രമാത്രം സോളാർ ഫിറ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഉറപ്പായിട്ട് ഇവർ തമ്മിൽ ആരോഗ്യകരവും അല്ലാത്തതുമായിട്ടുള്ള മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവർ എന്തിനാണ് പിടിക്കുക, വില കുറച്ച് കൊടുക്കും. എങ്ങനെയാണ് വില കുറച്ച് കൊടുക്കുക? ഈ പറയുന്ന 4 കാര്യങ്ങളിൽ ഉടായ്പ് കാണിച്ചാൽ സ്വാഭാവികമായിട്ടും വില കുറച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ശരിക്കും പണി കിട്ടുന്ന ആൾക്കാണ് നമുക്ക്. അതായത് ഈ എക്സാമ്പിൾ ഇത് തന്നെയാണ്. ഈ ഇങ്ങനെയുള്ള ക്വാളിറ്റി ടെസ്റ്റ് പാസ്സാവാത്ത എന്താ പറയുക പാനൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ മുട്ടം പണി ഒന്നാമത്തത് കിട്ടും. പിന്നെ ഇൻവെർട്ടറിലാണ് അടുത്ത കളക്കളി നടക്കുന്നത്. നോർമലി ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് നമുക്ക് ഏറ്റവും നല്ല എഫിഷ്യൻസി, നമുക്ക് ഏറ്റവും മെച്ചം. അത് വെക്കുന്നതിന് പകരം ഒരു നോർമൽ ആയിട്ടുള്ള ഇൻവെർട്ടർ കൊണ്ടുവെക്കും. എന്ത് പാനൽ ഉപയോഗിച്ചാലും ഇത് ഫിറ്റ് ചെയ്യുന്ന ഫ്രെയിം ആണല്ലോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം. അതിന്റെ കനവും ഗുണവും അതിന്റെ ക്വാളിറ്റി ഉറപ്പായില്ലെങ്കിൽ എന്താ സംഭവിക്കുക, കുറെ കഴിയുമ്പോൾ മേക്കോന്നിരിക്കും. അതും ഉണ്ട്. അതിനേക്കാൾ വലിയ മുട്ടൻ പണികൾ നമുക്ക് കിട്ടുക. സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് കൂടുതൽ നമ്മൾ ചതിക്കപ്പെടാൻ ചാൻസ് ഉള്ള വഴികൾ. നല്ല സാമർത്ഥ്യമുള്ള ഒരു കമ്പനിക്കാർ വിചാരിച്ചാൽ ഏത് പ്രോഡക്റ്റും നമ്മുടെ തലയിൽ പിടിപ്പിക്കാൻ പറ്റും എന്നുള്ളത് കാലാകാലമായിട്ട് നമ്മൾ ഓരോ ചതിക്കുഴികളിൽ പെടുമ്പോൾ നമ്മൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരിക്കൽ ലൈഫ് ലോങ് നിൽക്കാൻ പറ്റുന്ന ഇത്രയും ക്വാളിറ്റി വേണ്ട വില കൂടിയ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യുമ്പം എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? നമുക്ക് 100% ഉറപ്പുള്ള സേഫ് ആയിട്ടുള്ള പറ്റിക്കപ്പെടാൻ യാതൊരു ചാൻസും ഇല്ലാത്ത നമ്മുടെ സ്വന്തം നാട്ടിൽ കയ്യെത്താവുന്ന ദൂരത്തുള്ള ഒരു കമ്പനി ആകുമ്പോൾ നമ്മൾ അതല്ലേ തിരഞ്ഞെടുക്കുള്ളൂ. അതാണ് ഞാനും ചെയ്തത്. അപ്പൊ നിങ്ങൾ വിചാരിക്കുമോ ഈ 2 വർഷം കൊണ്ട് അന്നമ്മ പണിയെടുത്തിട്ട് അല്ലെങ്കിൽ ചാനലിൽ നിന്ന് കിട്ടിയിട്ട് ഇത്രയും കാശൊക്കെ കിട്ടിയൊന്ന്? ഇല്ല കേട്ടോ. എനിക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയാൻ പോകുന്നു. അപ്പൊ സുനിയേട്ടൻ പറഞ്ഞു, നീ എന്തിനാണ് ഇതൊക്കെ പറയണത് നാട്ടുകാരുടെ മുമ്പിൽ? ഞാൻ പറഞ്ഞു, ഞാൻ എന്താണോ അത് ഇങ്ങനെ എന്താ പറയുക, ഒരു പുസ്തകം പോലെ ഞാൻ എല്ലാം തുറന്നു പറയാറുണ്ട്. പിന്നെ ഇത് പറയണതിന് എന്താ കുഴപ്പം? ഞാൻ എല്ലാ സാധനങ്ങളും മേടിക്കുന്നത് EMI ആണ്.
അതിപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ സോണിയുടെ ക്യാമറ മേടിച്ചു. ഇപ്പോൾ നമ്മുടെ അറബിയയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്ന ക്യാമറ മേടിച്ചു. അത് ഫിനാൻസ് ഇട്ടിട്ട് മീൻസ് EMI ആണ്. അതിൻ്റെ ഇപ്പോൾ തീർന്നതിന് ശേഷമാണ് നമ്മൾ ഫ്രിഡ്ജ് മേടിക്കുന്നത്. അതിൻ്റെ EMI ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ്റെ EMI ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. TV പുതിയത് മേടിച്ചു, അതിൻ്റെ EMI ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം പലപ്പോഴായിട്ട് ഈ 2 വർഷം കൊണ്ട് മേടിച്ചതാണ്. സോളാർ മാത്രം EMI ഇട്ടിട്ടില്ല, കാരണം ജിജോയ്ക്ക് നേരിട്ട് കാശ് കൊടുക്കണമുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സ്വരുക്കൂട്ടി വെച്ച എല്ലാം കൂടെ ഞാൻ കൊടുത്തു. ബാക്കിയെല്ലാം EMI ആണ്. ഞാൻ എല്ലാ കാര്യങ്ങളും കുറേശ്ശെ ആ EMI അടയ്ക്കാനുള്ള കാശ് ഉറപ്പായിട്ട് ഞാൻ പണിയെടുത്തുണ്ടാക്കും, അല്ലെങ്കിൽ ഞാനും എൻ്റെ കെട്ടിയനും കൂടെ പണിയെടുത്തുണ്ടാക്കും. അത് ശരിയാണ്. പക്ഷെ ഒരുമിച്ച് വാങ്ങാന്നുള്ളൊരു സംഭവം നമുക്കില്ല. അപ്പം പറഞ്ഞപ്പോഴാണ് ഞാൻ മറന്നുപോയത്, നമ്മൾ TV ഈ 2 വർഷത്തിനുള്ളിൽ മാറ്റി. അതൊന്ന് കണ്ടേ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ TV. ഇതിന്റെ പകുതി ഉണ്ടായിരുന്നുള്ള പഴയ TV, അത് നമ്മൾ കളഞ്ഞിട്ടില്ല. നമ്മുടെ ക്യാമറ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ബെഡ്റൂമിൽ കൊണ്ടുപോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ മെയിൻ ഈ ടിവിയുടെ മുമ്പിലിരിക്കുന്നതിന്റെ കെട്ടിയവനാണ്. വൈകുന്നേരം ഒരു 8 തൊട്ട് രാത്രി 12:30 വരെ ഈ ലോകത്തുള്ള എല്ലാ ന്യൂസും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ആളുടെ കംഫർട്ടിന് വേണ്ടിയിട്ടാണ് പുതിയ TV. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ എന്താ പറയുക TV. അപ്പം അത് നേരെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കൊണ്ടുവച്ചു. അപ്പം ഇതിൽ നമ്മുടെ ക്യാമറ, ഇത് നമ്മുടെ ജിജോ ചെയ്താണ്. ഇപ്പോൾ അതേ 1.5-2 വർഷമായി. ഇത് എന്താ പറയുക, പക്കാണ് കേട്ടോ. ജിജോ കൊണ്ടുവച്ച ഇതാണ്. പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല, അത്രയും നല്ല പക്ക ആയിരിക്കും. ഒരു സർവീസോ ഒരു കാര്യങ്ങളോ വന്നിട്ടില്ല. നമ്മൾ ഈ വീട്ടിലെ എല്ലാവരും ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഡൈനിങ് ടേബിൾ. ഏറ്റവും കൂടുതലുള്ള ഏരിയ എവിടെയാണ്, അതായത് എല്ലാ ബെഡ്റൂമിൽ നിന്നും കിച്ചണിൽ നിന്നുള്ള ഓപ്പണിങ് ഇങ്ങോട്ടാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഇവിടെയാണ്, ഇരുന്ന് വർത്താനം പറയുന്നത് ഇവിടെയാണ്. പിന്നെ സുനിയേട്ടനും ഞാനും അത്യാവശ്യം, ഞാൻ എൻ്റെ കമന്റിന് മറുപടി കൊടുക്കുന്ന, സുനിയേട്ടൻ കണക്ക് നോക്കുന്നത് ഇവിടെയാണ്. താര് ചിലപ്പോൾ ഇവിടെ ഇരുന്ന് പഠിക്കും, അല്ലാത്തപ്പോൾ അവിടെ റൂമിലിരുന്ന് പഠിക്കും. അപ്പോൾ ഡൈനിങ് ടേബിളിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ നടുമുറ്റുള്ളത്. ഓപ്പൺ ആയിരുന്നു, വെയിലും മഴയൊക്കെ ഒരുമിച്ച് താഴത്തേക്ക് വരുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് മുകളിൽ നമ്മുടെ സോളാർ വന്നു, അതുകൊണ്ട് അത്യാവശ്യം ചൂട് വരുന്നില്ല, ചെറിയ ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്നാലും എനിക്ക് പുസ്തകം വായിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് വായിക്കുന്നത്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ പുസ്തകം ഇവിടെ ഉണ്ട് കേട്ടോ. കുറച്ച് ബുക്സും കൂടെ ഒരു 10-100 എണ്ണം കൂടെ വിറ്റ് പോകാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് എന്താ പറയുക, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്ന ബുക്കാണ്. വേറൊരു കാര്യത്തിനല്ല, ഇത്തിരി ഒരു ഓർഫനേജിലെ അന്തേവാസികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബുക്ക് സെയിൽ ചെയ്യണത്. ഇതിൻ്റെ കൂടെ അതുകൂടെ പറയാം, ആരെങ്കിലും ഇനി വാങ്ങാൻ ബാക്കി ഇനി വാങ്ങിച്ചോണം കേട്ടോ. നമ്മുടെ കോമൺ ഡെസ്ക്ടോപ്പ് ഇതാണ് കേട്ടോ. ഞാൻ എഡിറ്റ് ചെയ്തിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന ഡെസ്ക്ടോപ്പാണ്. ഇപ്പോൾ താരു പഠിക്കാൻ ഉപയോഗിക്കുന്ന ഇതാണ്. സുനിയേൻ്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. എനിക്കും റൌഫിനും വേറെ ഞങ്ങളുടെ സിസ്റ്റം വേറെ ഒരെണ്ണമുണ്ട്. പക്ഷേ സിത്താരയാണെങ്കിലും സച്ചു ആണെങ്കിലും, സച്ചു ഇപ്പോൾ വലിയ കുട്ടിയായപ്പോൾ അവനൊരു പേഴ്സണൽ ലാപ്ടോപ്പായി, അവന് പഠിത്തത്തിന് ആയിട്ട്. സിത്താരയൊക്കെ പ്രത്യേകിച്ച് ഒരു 10-18 വയസ്സ് വരെ നമ്മുടെ മക്കൾ കോമൺ സ്പേസിലിരുന്ന് എന്താ പറയുക ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. നിങ്ങളുടെ ആഗ്രഹം അങ്ങനെയാണെന്ന് അറിയില്ല. ഇത് നമ്മുടെ LCB ഒക്കെ ഇതേ പൊളിഞ്ഞ് താഴെ വന്നു കേട്ടോ. സിസ്റ്റം ഒക്കെ വർക്കിംഗ് ആണ്, പക്ഷെ ഇതിന്റെ ഓരോരുത്തരെ പിടിച്ച് വലിച്ചത് താഴെ വന്നു. അപ്പൊ അടുത്ത പെയിന്റിങ്ങിൽ ഇങ്ങനെയുള്ള കുറച്ച് റിപ്പയറിങ് നമുക്കുണ്ട്. ഇവിടുന്ന് വായിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈബ്രറി ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ പുസ്തകങ്ങളുടെ കൂടെ ഇരിക്കാനാണ്. പക്ഷെ സമയമില്ല എന്നുള്ള സത്യം. അപ്പൊ ജിജോ, നമ്മൾ വെച്ചത് ഇമ്പോർട്ടഡ് തന്നെ ആയിട്ടില്ലല്ലേ വെച്ചിട്ടുള്ളത്? നമ്മൾ വെച്ചേക്കണ ഇമ്പോർട്ടഡ് ഇൻവെർട്ടർ ആണ്, ഗുഡ് വി ബ്രാൻഡ് ആണ്. അതോടൊപ്പം തന്നെ ഇത് വരുന്നത് ACDB, ഇത് ഇൻവെർട്ടർ ഗ്രിഡ് ഇൻവെർട്ടർ, ഇത് DCDB. ഇതും വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ഇതിനെ ഒരു കൺട്രോളർ വെച്ചിട്ട് ഹൈബ്രിഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഗ്രിഡ് ഇൻവെർട്ടർ കറണ്ട് ഉള്ളപ്പോഴേ വർക്ക് ചെയ്യുള്ളൂ. കറണ്ട് പോകുമ്പോൾ നിലവിലുള്ള ഇൻവെർട്ടറിനെ ഹൈബ്രിഡ് ആയിട്ട് മാറ്റാം. ജിജോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഇമ്പോർട്ടഡ് അല്ലാതെ സാധാരണ ഒരു ഇൻവെർട്ടർ വെച്ചാൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവർക്ക് സർവീസ് കിട്ടില്ല. റേറ്റ് കുറവ് നോക്കിയിട്ടാണ് ഈ സാധാ ഇതിലേക്ക് പോകുന്നത്. ഇന്ത്യൻ മെയ്ഡും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. പക്ഷെ വല്ലാണ്ട് വില കുറയുന്നതനുസരിച്ച് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് നമുക്ക് ക്വാളിറ്റി, ഇത് ലൈഫ് ടൈം വെക്കുന്ന സാധനമാണ്. അപ്പൊ അതിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ പരമാവധി 10 രൂപ കൂടിയതായാലും കസ്റ്റമർക്ക് പ്രയോജനം ഉണ്ടായിരിക്കും. നല്ല ബ്രാൻഡ് തന്നെ വെക്കുക. എഫിഷ്യൻസിയിൽ ഉണ്ട്, യൂണിറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇമ്പോർട്ടഡ് നല്ല ബ്രാൻഡ് ഇൻവെർട്ടറുകൾ വെക്കുമ്പോൾ, ഇന്ന ബ്രാൻഡ് എന്നൊന്നും പറഞ്ഞില്ല, ഇഷ്ടംപോലെ നല്ല ബ്രാൻഡുകളുണ്ട്. ഏത് ഇൻവെർട്ടർ വെക്കായാലും ബ്രാൻഡ് നല്ല സാധനങ്ങൾ വെച്ചാൽ മതി. അത് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടുതലുണ്ടായിരിക്കും, ബിൽഡിംഗ് ക്വാളിറ്റി കൂടുതലുണ്ടായിരിക്കും, മെയിൻ്റെനൻസ് ഇല്ല. ജിജോ, അപ്പൊ എനിക്ക് ഒരു സംശയം കേട്ടോ. സംശയത്തിന്റെ മൊത്തത്തിലുള്ള ഹോൾസെയിൽ ആണല്ലോ. നമ്മളിവിടെ ഇപ്പം മൊത്തം 10 kV ആണ് വെച്ചിട്ടുള്ളത് അല്ലെ. 15 kV വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനുള്ള കറണ്ട് മൊത്തം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമാണോ ഇത് KCB-യിലേക്ക് ബാക്കി പോകുന്നത്, അതോ നമ്മൾ ഉണ്ടാക്കുന്ന മൊത്തം കറണ്ട് ലൈനിലേക്ക് പോയി അവിടുന്ന് ഇങ്ങോട്ട് അവർ നമുക്ക് തരികയാണോ ചെയ്യേണ്ടത്? അതൊരു ന്യായമായിട്ടുള്ള സംശയം. അതായത് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന കറണ്ട് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മാത്രമേ കയറുള്ളൂ. അത് എങ്ങനെയാണെന്ന് മീറ്ററിൽ KSEB 2 മീറ്റർ വെച്ചിട്ടുണ്ട്. KSEB-യുടെ മീറ്ററും ഉണ്ട്, സോളാർ മീറ്ററും ഉണ്ട്. ഇത് സോളാർ മീറ്റർ, ഇത് ബൈഡയറക്ഷൻ മീറ്റർ. സോളാർ മീറ്ററിൽ 10 വരുന്നുണ്ട്, ബൈഡയറക്ഷൻ മീറ്ററിൽ 10. അതിപ്പോ ഇവിടെ 14 സ്ഥിതിക്ക് ഇവിടെ 10 ആണ്. കാരണം നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടാണ് കയറിപ്പോണുള്ളൂ. കണ്ടോ, ബൈഡയറക്ഷൻ മീറ്ററിൽ 10 കാണിക്കുന്നു, സോളാർ മീറ്ററിൽ 14 കാണിക്കുന്നു. അപ്പോൾ ഇതിൽ കുറവ് കാണിക്കുന്നതിന്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിലെ ഉപയോഗം കഴിഞ്ഞിട്ടേ കയറിപ്പോണുള്ളൂ. സോളാർ മീറ്ററിൽ ടോട്ടൽ ഉപയോഗത്തിന്റെ കാണിക്കും, 14 കാണിക്കും.
14 ആംപിയർ കാണിക്കുന്നുണ്ട് ബി കണക്ഷനിൽ. അതുപോലെ തന്നെ അതിൽ തന്നെ നമുക്ക് കാണിക്കാം 10 ഉണ്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി കയറി പോണത്. ലൈറ്റിനിങ് എർത്ത് വരുന്ന ഇതാണ് കോപ്പർ വയറിട്ടിട്ട് ചെയ്തിട്ടുള്ളത്. അതില് ടൈ ഒക്കെ യൂസ് ചെയ്തേക്കണേ SS-ന്റെ ടൈ യൂസ് ചെയ്തേക്കണത്. പിന്നെ ഫ്രെയിം മാക്സിമം നല്ല കനമുള്ള തിക്നെസ് ഉള്ള ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഫ്രെയിം ക്വാളിറ്റി ഇല്ലാത്തത് വെക്കും, പിന്നെ പാനൽ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സാവാത്ത വെക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ശരിക്കും ഇത് ഉള്ളത് തന്നെയാണോ, ഞാൻ മനസ്സിലാക്കിയതിൽ പ്രശ്നമാണോ എന്നുള്ള ഒന്നാമത്തെ സംശയം. രണ്ട്, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കസ്റ്റമറിന് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ള ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു. കസ്റ്റമർക്കൊക്കെ ഒരു 5 വർഷം കഴിയുമ്പോഴാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഒന്നാമത്തെ തന്നെ ഫ്രെയിമിൽ നന്നായിട്ട് പൈസ കുറയ്ക്കാൻ പറ്റും. ഫ്രെയിം കനം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, കാറ്റ് പിടിക്കുമ്പോൾ കിടന്ന് ആടും വരയ്ക്കും. അപ്പോൾ അതിന്റെ സെല്ലുകൾ ജമ്പർ അടിച്ച് സോൾട്ടിങ് ആണ്, അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എഫിഷ്യൻസി, അതായത് പാനൽ തന്നെ ഡാമേജ് ആയി പോകും. അപ്പോൾ 10 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 5 കിട്ടുള്ളൂ, അല്ലെങ്കിൽ 3 കിട്ടുള്ളൂ. അത്തരത്തിലുള്ള മാറ്റം. 5 കിലോ വാട്ട് വെച്ചാൽ അതിൽ കുറവ് വരുള്ളൂ. 10 കിലോ വാട്ട് വെച്ചെന്നുണ്ടെങ്കിൽ 5 കിലോ വാട്ടായിട്ട് മാറും. എഫിഷ്യൻസി പോകും, കാരണം ജമ്പറൊക്കെ വിട്ട് കിടക്കാണല്ലോ ഫ്രെയിം കുറയുന്നുണ്ട്. അങ്ങനെ ലാഭം ഉണ്ടാവും. അതൊന്നില്ലെങ്കിൽ കസ്റ്റമർ ലാഭം നോക്കണായിരിക്കും, വീട്ടുകാർ ലാഭം നോക്കണായിരിക്കും, അല്ലെങ്കിൽ വെക്കുന്ന ഇൻസ്റ്റാളർ ലാഭം നോക്കണായിരിക്കും. അങ്ങനെയാണ് കുറവ് വരുന്നത്. പിന്നെ പാനലാണെങ്കിലും നല്ല പാനൽ യൂസ് ചെയ്യാം. എറണാകുളത്ത് നമ്മുടെ ഒരു സുഹൃത്ത്, അവര് ഇതേപോലെ 5 kV വെക്കാൻ നോക്കി, നിന്റെ നമ്പർ ഞാൻ കൊടുത്തു. പക്ഷെ അവര് പെർമിഷന് പോയപ്പോൾ അവർക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താ അതിന്റെ കാര്യം? അതായത് എല്ലാവർക്കും സോളാർ വെക്കാൻ പറ്റില്ലേ? അത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ നമ്മുടെ ഏത് സ്ഥലത്തായാലും ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 100 കിലോ വാട്ടിന്റെ ട്രാൻസ്ഫോമർ വെക്കുകയാണെങ്കിൽ ആ ഏരിയയിൽ ഇത്ര വീട്ടുകാർക്ക് 100 കിലോ വാട്ട് ട്രാൻസ്ഫോമർ വെക്കും. അപ്പൊ 100ൽ 100 തരില്ല, ഒരു 90 കിലോ വാട്ടേ തരുള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് എല്ലാ വീട്ടുകാരും വെച്ചിട്ട്, ആദ്യം വെച്ച വീട്ടുകാർ വെച്ചിട്ട് ഈ പറഞ്ഞ 90 കിലോ വാട്ട് ആയി. പിന്നെ അടുത്തത് വരുമ്പോൾ അവിടെ വെക്കാനായിട്ട് ആ ട്രാൻസ്ഫോമറിന് കപ്പാസിറ്റി ഇല്ല. അപ്പൊ ആ ട്രാൻസ്ഫോമറിന് കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇനി വെക്കണമെങ്കിൽ KCB ട്രാൻസ്ഫോമർ 100 എന്നുള്ളത് 150 ആയിട്ടോ 200 kW ആയിട്ട് മാറ്റണം. അങ്ങനെ മാറ്റിയാലേ ആ ഭാഗത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ, നമ്മൾ എന്തെങ്കിലും വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ വെക്കാൻ എല്ലാം റെഡിയാക്കി വരുമ്പോഴത്തേനും നമുക്ക് വെക്കാനുള്ള പെർമിഷൻ കിട്ടാത്ത, കാരണം KCB ഒരു പുതിയ ട്രാൻസ്ഫോമർ വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമയം എടുക്കും, അവിടെ പെട്ടെന്ന് നടക്കില്ല. അപ്പൊ നമ്മുടെ കാര്യം നമ്മൾ നടത്തണമെങ്കിൽ പരമാവധി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെക്കാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നമ്മളിവിടെ വെച്ചത് സബ്സിഡി ഇല്ലാത്ത ഒരു സിസ്റ്റമാണ് വെച്ചത്. ഗവൺമെന്റ് സബ്സിഡിയോടുകൂടി വെക്കണവരുണ്ട്, അല്ലാതെ വെക്കുന്നവരുണ്ട്. ആക്ച്വലി സത്യത്തിൽ സബ്സിഡി ഇല്ലാതെ വെച്ചാൽ മതി, അതാ നല്ലതെന്ന് എൻ്റെ കിട്ടിയവൻ പറഞ്ഞു. ജിജോ അങ്ങനെ ചെയ്തു, ജിജോയും പറഞ്ഞു അതാ നല്ലതെന്ന് പറഞ്ഞു. സത്യത്തിൽ ആളുകൾക്കുള്ളൊരു ഇതാണ്, ഗവൺമെന്റിൽ നിന്ന് ഇത്രയും സബ്സിഡി കിട്ടുമ്പോൾ എന്തിനാണ് അല്ലാത്ത വെക്കണത്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇതിന്റെ ഗുണം, അതൊന്ന് വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണം. സബ്സിഡിയിൽ കിട്ടുന്നത് 78,000 രൂപയാണ് കിട്ടുന്നത്. ഏത് കിലോ വാട്ട് വെച്ചാലും അതായത് 5 കിലോ വാട്ട് വരെ ചെയ്താലാണ് മെച്ചമുള്ളൂ. ഈ പൈസ വെച്ച് നോക്കുമ്പോൾ 5 കിലോ വാട്ടിന് ഉള്ളിൽ ചെയ്യുന്നതിനാണ് ഉള്ളൂ. അതിന് മേലെ ചെയ്യുന്നതിന് ഈ 78,000 രൂപ വെച്ച് നോക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന പാനല്, സബ്സിഡിക്ക് ഉപയോഗിക്കുന്ന പാനല് DCR പാനലാണ്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പാനൽ DCR പാനലാണ് കൊടുക്കുന്നത്. അതിന് വില കൂടുതലുണ്ട്. അപ്പോൾ 5 കിലോ വാട്ടിന് മേലെ ചെയ്യുന്നതിന് ലാഭം തോന്നിക്കില്ല, ലാഭം ഇല്ല. അപ്പൊ അതിൽ താഴെ ഉള്ളവർക്ക് സബ്സിഡി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. DCR പാനല് വെച്ചിട്ടുള്ളത് ചെയ്യണം. സബ്സിഡി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാർക്ക് പേപ്പർ വർക്ക് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. പേപ്പർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സിഡി തരുമ്പോൾ മേടിക്കാം കസ്റ്റമർക്ക്. അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ പൈസ കുറച്ചിട്ടും കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് എൻ്റെ അത് ഫുൾ എമൗണ്ടിൽ ചെയ്യണം. ഇപ്പൊ 3.5 ലക്ഷം രൂപയ്ക്കാണ് ഫുൾ എമൗണ്ട് വരുന്നത് വെച്ചാൽ 3.5 ലക്ഷം രൂപയ്ക്ക് തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കണം, ഇൻസ്റ്റാളർക്ക് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് സബ്സിഡി ആ കൺസ്യൂമറിന്റെ അക്കൗണ്ടിലേക്ക് വരിക. അത് ഒഴിവാക്കിയിട്ടും കൊടുക്കാൻ പറ്റും. ആ സബ്സിഡി 78,000 എമൗണ്ടും കൂടെ കുറച്ചിട്ട് സ്റ്റാർട്ടിങ് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക്. അങ്ങനെയും ചെയ്യുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പിന്നെ ഫുൾ എമൗണ്ട് ആ എമൗണ്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക് എങ്ങനെയാണോ. 78,000 രൂപ കുറച്ചിട്ട് ബാക്കിയുള്ളതിന് ചെയ്തു കൊടുക്കണം. അപ്പൊ സബ്സിഡി ഉള്ളതും ഇല്ലാത്തതും ചെയ്തു രണ്ടും ഉണ്ട്. ഇവിടെ സബ്സിഡി ഇല്ലാത്ത ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 കിലോ വാട്ടിന്റെ ചെയ്തു. അപ്പൊ ഈ 78,000 രൂപയിൽ പിന്നെ ആ പാനല് നല്ലതല്ല അല്ലേ? നല്ല രണ്ടും ഡിഫറൻസ് പാനലാണ്, റേറ്റിലും മാറ്റമുണ്ട്. സബ്സിഡി നോക്കണ്ടെന്ന് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകൾ യൂസ് ചെയ്യാം. സബ്സിഡി ആകുമ്പോൾ അവർ പറയുന്ന ബ്രാൻഡ് പാനൽ തന്നെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പാനൽ മോശമൊന്നുമില്ല, പാനലെല്ലാം പക്ക തന്നെയാണ്. പക്ഷെ യൂണിറ്റും സെയിം തന്നെയാണ്. അതിന് റേറ്റ് കൂട്ടിയിട്ടിട്ട് സബ്സിഡി കൊടുക്കുന്നു. മറ്റേത് അല്ലാണ്ട് തന്നെ റേറ്റ് കുറവുണ്ട് പാനലിൽ. യൂണിറ്റും അതിന്റെ എഫിഷ്യൻസി ഒക്കെ സെയിം ആണ്, റേറ്റ് നല്ല വ്യത്യാസമുണ്ട്. വില കൂട്ടി, അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്ക് ഈ കട കാലിയാക്കൽ സെയിൽ കാണിക്കുന്നുണ്ട്, പകുതി 50% വിറ്റൊഴിക്കൽ എന്നൊക്കെ കാണിക്കില്ലേ. അപ്പൊ എന്താണ്, ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഇടിച്ചു കയറും. അതായത് അവരെന്താ ചെയ്യുക, വില കൂട്ടിയിട്ടിട്ട് അതിന്റെ ഒരു 50% കുറയ്ക്കും അല്ലെ, 50% കുറച്ചിട്ട് കസ്റ്റമർക്ക് കൊടുക്കും. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അതിന്റെ പേരിൽ ഇനിയിപ്പോൾ പൊങ്ങാല വേണ്ട. അതുപോലെ തന്നെ ഈ പാനലിന്
സെയിം പാനലാണ്, അല്ല സെയിം പാനലല്ല, പാനലിന്റെ ക്വാളിറ്റി എഫിഷ്യൻസി ഒന്നാണ്, പക്ഷെ റേറ്റ് വല്ലാതെ കൂട്ടിയിട്ട് ആ കൂട്ടുന്നത് എങ്ങനെ സബ്സിഡി എന്നുള്ള രീതിയിൽ സത്യത്തിൽ അതിന്റെ ആവശ്യമില്ല അല്ലേ? സത്യത്തിന്റെ ആവശ്യമില്ല. നമ്മുടെ ഹാർമണിയിൽ ഇത് വെച്ചാലും നമ്മുടെ കമ്പനി ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണല്ലോ. റബ്ബർ ബാൻഡ് കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 24 മണിക്കൂർ നമുക്കത് അതിൻ്റെ അകത്ത് പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ട്, അത്രമാത്രം കറണ്ട് ചാർജ് വരികയാണ്. അപ്പോൾ ഹാർമണിയിലും 0 ആണ് ഇപ്പോൾ കറണ്ട് ചാർജ്, നമ്മുടെ ഏജിസ് റബ്ബർ പ്രോഡക്ട്സിലും 0 ആണ് കറണ്ട് ചാർജ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ വെച്ചാലും ഒരു സ്ഥലത്ത് നമ്മൾ സോളാർ വെച്ചാലും നമ്മുടെ വേറെ വീടുകളോ കമ്പനികളോ ഉണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്ത് അവിടെയും നമുക്ക് ബില്ല് 0 ആക്കാനുള്ള ഫെസിലിറ്റി എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് KSEBയുടെ അണ്ടറിലായ മതി. അതായത് KSEBയുടെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ആളുടെ പേരിൽ തന്നെ ബില്ല് വരണം നിർബന്ധം. അതായത് ഇപ്പോൾ ജിജോ, എൻ്റെ പേര് ജിജോ എന്നാണെങ്കിൽ എൻ്റെ പേരിൽ എത്ര കണക്ഷൻ ഉണ്ടോ അത് കൊമേഴ്ഷ്യൽ ആയാലും റെസിഡൻഷ്യൽ ഏതിലായാലും അത് വീൽ ചെയ്ത് തരും. വീൽ ചെയ്യാന്ന് പറയാം. അത് ഇന്ന സ്ഥലത്തൊന്നുമില്ല, KSEBയുടെ സെക്ഷൻ ആവണം. അതിപ്പോ മലയാറ്റൂർ ആയിക്കോട്ടെ, കോട്ടയം ആയിക്കോട്ടെ, ഏത് ലൊക്കേഷൻ ആയാലും വീൽ ചെയ്യാൻ പറ്റും. അത് ഇത്ര വീടൊന്നുമില്ല, എവിടെ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റും. അത് KSEBയിൽ അനുവദിമാണ്, കോർപ്പറേഷനിൽ പറ്റില്ല. തൃശ്ശൂർ കോർപ്പറേഷനും ഒരു വീടുണ്ട്, ഒരു KSEBയിൽ ഒരു വീടുണ്ടെങ്കിൽ അത് രണ്ടും തമ്മിൽ മർജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ KSEBയിലാണെങ്കിൽ അത് ഓക്കെയാണ്, KSEBയിലാണെങ്കിൽ പറ്റും. ബൈ മന്ത്ലി ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്, അത് മാറിയിട്ട് മന്ത്ലി ആയിട്ട് എല്ലാം വരും സോളാർ വെച്ച് ചെയ്യുമ്പോൾ. അത്ര മാത്രമേ ഉള്ളൂ. ജിജോയെ, മിനിങ്ങാന്ന് ഇവിടെ വന്നപ്പം നിങ്ങൾക്ക് അറിയാലോ, ഞാനും റൌഫും നിസും ഒക്കെ കൂടി ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ആണ്. 2 കമ്പ്യൂട്ടറും ഒരു ലാപ്പും ഒക്കെ ഉണ്ട്. ഞങ്ങളൊരു 3 പേരും കൂടി ഒരു റൂമിൽ തിങ്ങി നിറഞ്ഞിരിക്കും, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ പാലക്കാട്ടിലൊരു 40 ഡിഗ്രി ചൂടിൽ കൂടുതൽ. അപ്പോൾ വൈകുന്നേരം 6 മണിക്കാണ് ജിജോ വന്നത്. അപ്പോൾ പകലിട്ട AC ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം 1-2 ലൈറ്റ് അവിടെ ഇവിടെയൊക്കെ കടന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ അന്യായ പിശുക്കായിരുന്നു. അപ്പോൾ സോളാർ വെച്ചതിന് ശേഷം ഞാൻ കുറച്ചിങ്ങനെ സമാധാനപ്പെട്ട് ഇനി ഇതൊക്കെ ഓണാക്കാം, അത്ര പിശുക്കണ്ടെന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ജിജോ വന്ന് കണ്ണ് പൊട്ടുന്ന ചീത്ത പറഞ്ഞത്. അപ്പോൾ അതിനുള്ള കാരണം ജിജോ തന്നെ പറയട്ടെ. എനിക്ക് ജിജോ പറഞ്ഞു തന്നു. സത്യത്തിൽ എനിക്ക് വളരെയധികം കുറ്റബോധം തോന്നുകയും അത് തിരുത്തണമെന്ന ആഗ്രഹം തോന്നുകയും ചെയ്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ജിജോ തന്നെ നിങ്ങളോട് പറയും. മെയിനായിട്ട് നമ്മൾ കണ്ടപ്പോൾ ഓൾറെഡി ഫ്രീ ആണ്, പക്ഷെ എന്നാൽ പോലും ഇത് വെക്കാൻ പറ്റാത്ത ആൾക്കാർക്കും അല്ലാണ്ട് കറണ്ട് വോൾട്ടേജ് കുറഞ്ഞിട്ടും ഷോർട്ടേജ് വരുന്നതാണ് 6 തൊട്ടിട്ട് 10 വരെ. ഈ സമയത്ത് വൈകുന്നേര സമയം, ആ സമയത്ത് ഒന്നാമത്തെ എനർജി ചാർജ് ഏറ്റവും കൂടുതൽ ആണ് മേടിക്കുന്നവര്, 6 തൊട്ടിട്ട് 10 വരെ ഉള്ളത്. പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ കാണുന്നത് ഒന്ന് സ്കൂട്ടർ കുത്തി വെച്ചേക്കാണ്, പിന്നെ അകത്ത് വൈകുന്നേരം ഓക്കെ. പക്ഷെ അപ്പോഴും അത് 6 മണി തൊട്ടിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ മാക്സിമം ലോഡാണ് ഈ 6 തൊട്ട് 10 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ KSEBക്ക് കറണ്ടും വോൾട്ടേജ് ഒക്കെ ഷോർട്ടേജ് വരുന്ന സമയം, മാക്സിമം ലോഡാണ്. ആ സമയത്ത് നമ്മളിവിടെ സോളാർ വെച്ചു എന്നും പറഞ്ഞിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ കുത്തി വെച്ചേക്കണു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ AC എല്ലാ സാധനങ്ങളും വർക്കിംഗ് ആണ്. അത് നമ്മൾ ഒന്ന് ഉത്സാഹിച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. കൺട്രോൾ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എല്ലാ ആൾക്കാരുടെ കസ്റ്റമറുടെ അടുത്തും പറയുന്നത് 6 തൊട്ട് 10 വരെ ഒന്ന് ലിമിറ്റ് ചെയ്യണം. വലിയ ലോഡുകളുള്ളൊക്കെ ഒന്ന് കുറച്ചിട്ട് കൺട്രോൾ ചെയ്യണം. അത് നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. മാക്സിമം 6 തൊട്ട് 10 വരെ വൈകുന്നേരം നല്ല ലോഡുള്ളതൊന്ന് കുറയ്ക്കാം. നമ്മളിത് ഒരുപാട് ഉപയോഗിച്ചാൽ നമുക്കുള്ള കറണ്ട് നമുക്ക് കിട്ടും, പക്ഷെ മറ്റുള്ളവർക്കുള്ള കറണ്ട് ഉപയോഗിക്കാനുള്ള ചാൻസ് വോൾട്ടേജ് കുറവുണ്ടായിരിക്കും. പിന്നെ ആ ട്രാൻസ്ഫോമറിന്റെ ഫുൾ ലോഡായിരിക്കും, കിട്ടാണ്ട് വരും. പിന്നെ നൂർത്തില്ലാണ്ട് വരുമ്പോൾ അവര് ലോഡ് ഷെഡിങ് ഓപ്പൺ ആക്കും. നമ്മുടെ ഇവിടെ ശരിക്കും 10 kV വേണ്ട, പക്ഷെ 15 kV വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളതും ജിജോ ചെയ്തു വെച്ചു അല്ലെ. നമുക്ക് വേണ്ടാതിരുന്നിട്ട് പോലും അപ്പൊ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വരുന്ന കറണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു, KSEBയിലേക്ക് പോകുന്നു. അവർ വർഷത്തിലൊന്ന് നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് പീനട്സ് പോലെ നിസ്സാര കാശ് നമുക്ക് തരുന്നു. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെ KSEBക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ആ കറണ്ട് നമുക്ക് തന്നെ യൂട്ടിലൈസ് ചെയ്തൂടെ? അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ്. അതായത് ഈ കച്ചവടത്തിന്റെ ഉള്ളിൽ ഒരു കച്ചവടം നടത്തി ലാഭം എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ കച്ചവടക്കാരിയുടെ ഒരു ചോദ്യം. മൊത്തത്തില് കച്ചവടവും പിശുക്കും തന്നെയാണല്ലേ. എന്തായാലും പറയാം, ഞാനിപ്പോ എന്റെ വീട്ടിലെ ഒരു ഉദാഹരണം പറയാം. എന്റെ വീട്ടില് ഞങ്ങള് 2 കുറ്റി സിലിണ്ടറേ വരുത്തണുള്ളൂ ഒരു കൊല്ലത്തില്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻഡക്ഷൻ കുക്കറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ വെച്ചിട്ടുണ്ട്. ഇവിടെയും വെച്ചേക്കണ 10 എന്റെ വീട്ടിലും വെച്ചേക്കണ 10. പക്ഷെ ഇത് ഇങ്ങനെ വെക്കുമ്പോൾ വെച്ചാൽ നമുക്ക് KSEBക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് 1 ടൈം കിട്ടുന്ന പൈസ, ഒരു കൊല്ലത്തിലെ പൈസ കിട്ടുള്ളൂ. ആ പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ ഒരു 10, 15, 20 ആയിരിക്കും കിട്ടുക കൊല്ലത്തില്, 20,000 രൂപ. അപ്പൊ നമുക്കൊരു ഫീല് തോന്നില്ല. അതിലും നമുക്ക് പൈസ ലാഭം കാണണമെങ്കിൽ ഒരു ശരാശരി ഒരു വീട്ടിൽ മിനിമം 3000 രൂപയ്ക്ക് ബൈക്ക് ഓടിക്കണ്ടോ, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കണ്ടോ? ഓക്കെ, ആവറേജ് ഉണ്ടായിരിക്കും. ഞാൻ ചെയ്യുന്ന വീടുകളൊക്കെ മിനിമം 3000 രൂപയ്ക്ക് സ്കൂട്ടറിന്റെ പെട്രോൾ അടിക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഇലക്ട്രിക് ആയി കഴിയുമ്പോൾ ആ 3000 രൂപ മാസം വന്നു, ഒരു മാസത്തിൽ വന്നു. പിന്നെ ഉള്ള കാറ് ഞാൻ ഓടിക്കുന്നത് 10 to 20,000 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നുണ്ട് ഒരു മാസം. 10,000 to 20,000 നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും നമ്മുടെ എക്സ്പെൻസ് ആണ്.
അത് നമുക്ക് ലാഭമായി. ആ പൈസയും കൂടെ ഇങ്ങോട്ട് വന്നു. ഇലക്ട്രിക് കാറും ആക്കി, കാറും ആക്കി. കാറാക്കിയിട്ടില്ല. അപ്പൊ എന്നാ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ നോക്കിയാലും വർത്താണ്. കാരണം ഇത് KCBക്ക് കൊടുത്തിട്ട് അവരെ നിന്ന് മേടിക്കുന്ന, അവർ പർച്ചേസ് ചെയ്യുന്ന പൈസ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടാണ്. അപ്പൊ ആ ഒരു എമൗണ്ട് വെച്ചാൽ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ KCBക്ക് കൊടുത്ത് പൈസ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആരോടും പറയില്ല, അതിന് ലാഭമില്ല. നമ്മൾ ഉപയോഗിച്ച് ലാഭം കാണാം. അത് പേരിന് 6 മാസം കൂടുമ്പോ പേരിന് കുറ്റി എടുക്കണം, അല്ലെങ്കിൽ കിട്ടില്ല. ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാ പാത്രങ്ങളും കിട്ടും, അതിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബൈക്ക്, കാറ്, കാറും നല്ലൊരു എമൗണ്ട് മാറും. നല്ലൊരു എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസമായിട്ട് കണക്കൂട്ടി നോക്കിക്കോ, ഒരു 2 വർഷത്തിനുള്ളിൽ ഈ ഫണ്ട് തിരിച്ചു വരും. ബൈക്കും കാറും കുഴപ്പമില്ല, നല്ല വണ്ടികളൊക്കെ ഇപ്പൊ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതിനെ കുറിച്ച് എന്ത് സംശയം വന്നാലും നിങ്ങൾ താഴെ ചോദിച്ചോ, ഒന്നെങ്കിൽ ഞാൻ മറുപടി പറയും, അല്ലെങ്കിൽ ജിജോ മറുപടി കൊടുക്കില്ലേ. ഇപ്പൊ തന്നെ മറുപടി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല, ചാനൽ തിരക്കുണ്ട്. മെയിൻ ആയിട്ട് ഇപ്പൊ പുതിയ വർക്കിന് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ കോപ്പി, അവിടുത്തെ മുകളിലത്തെ ലൊക്കേഷൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഫോട്ടോസുകൾ വേണം. പിന്നെ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്റെ സമയം പോലെ എല്ലാവർക്കും മറുപടി തരും. ഇപ്പൊ ചേച്ചിയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ചേച്ചി മറുപടി കൊടുക്കുന്ന പോലെ എനിക്ക് എത്താൻ പറ്റില്ല, അത് ഗ്യാരണ്ടി ആയിട്ട് പറയുന്നു. അല്ലാത്തത് മറുപടി തരാം. പിന്നെ കൂടുതൽ നമ്മുടെ ചാനലിലും ഉണ്ട്, വെബ്സൈറ്റിലും ഉണ്ട്, കയറി നോക്കിയാൽ ഏകദേശം അവിടെ നിന്ന് കിട്ടും. കിട്ടാത്തത് എന്റെ ഡീറ്റെയിൽസും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാം.